കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളോട് ആരെങ്കിലും പറയാറുണ്ടോ? എന്താണ് കംഫർട്ട് സോൺ? എന്താണ് സ്ട്രെച്ച് സോൺ? ഇതൊക്കെ ഒരു ഫിസിക്കൽ സ്പേസ് മാത്രമാണോ? കംഫർട്ട് സോൺ ഇസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ സ്പേസ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് വേർ യു ഫീൽ സേഫ് ആൻഡ് ഇൻ കൺട്രോൾ. കംഫർട്ട് സോണിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്നാണോ? നത്തിങ് ന്യൂ ഹാപ്പൻസ് ദെയർ ആൻഡ് നത്തിങ് ഗ്രോസ് ദെയർ. നമ്മളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിലോ അല്ലെങ്കിൽ ഗ്രോത്ത് വേണമെങ്കിലോ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് സൈക്കോളജിക്കലി വി ടെൻഡ് ടു ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് ദിസ് സേഫ് സോൺ. ഈ കംഫർട്ട് സോൺ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്ന് കരുതും. ബട്ട് അതങ്ങനെയല്ല. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻവിസിബിൾ വാൾ അറൌണ്ട് അവർ പൊട്ടൻഷ്യൽ ആൻഡ് നമ്മൾ അതിൽ അങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കും. നമ്മളുടെ ബ്രെയിനിന്റെ പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് വയർഡ് ടു അവോയ്ഡ് ത്രെറ്റ്സ് ആൻഡ് ഇറ്റ് റെസിസ്റ്റ് ദ അൺനോൺ. അതുകൊണ്ട് വി ഫിയർ ടു കം ഔട്ട് ഓഫ് ദി കംഫർട്ട് സോൺ. ബട്ട് ഇതിന്റെ പുറത്തുള്ള സ്ട്രെച്ച് സോണിലാണ് മാജിക് നടക്കുക. This is where learning, change and resilience begin. This is where emotional intelligence comes in. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനും ബെറ്റർ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും കൂടുതൽ മൈൻഡ്ഫുൾ ഡിസിഷൻസ് എടുക്കാനും ഈ ഒരു സോണിലായിരിക്കും നമുക്ക് പറ്റുക. സോ ഡോണ്ട് സ്റ്റേ ട്രാപ്ഡ് ഇൻ യുവർ കംഫർട്ട് സോൺ. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ്.